പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 25-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 11 നാം ഇങ്ങനെ വായിക്കുന്നു: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെയും ആത്മാവിൽ എരിവുള്ളവരായും കർത്താവിനെ സേവിപ്പീൻ. റോമാലേഖനം 12-ാം അധ്യായം നമുക്കേവർക്കും സുപരിചിതമാണ്. ഈ വാക്യങ്ങൾ ധാരാളം പ്രാവശ്യം നാം ധ്യാനിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ 2 കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ദൈവ പൈതൽ ദൈവകൃപയിൽ, ദൈവവഴിയിൽ, ദൈവിക പദ്ധതിയിൽ, ആത്മനിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണം. എന്തിനും ഉത്സാഹമുള്ളവരായിരിക്കണം. നാം പലപ്പോഴും പ്രാർത്ഥിച്ചു, ചടങ്ങ് തീർത്തു, പിന്നീട് നമുക്ക് മറ്റൊന്നിനും താല്പര്യമില്ല. സുവിശേഷ വേലയ്ക്ക്, മറ്റൊരാളോട് സുവിശേഷം പറയുന്നതിൽ നമ്മുടെ കൃത്യനിർവഹണം തീർത്ത് കഴിഞ്ഞാൽ നമ്മളായി, നമ്മുടെ പാടായി. എൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരണം, ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു. അവിടെ കൊണ്ടൊരു ഡ്യൂട്ടി തീർക്കുന്ന മനോഭാവമാണ് പലപ്പോഴും നമ്മളിൽ കുടികൊള്ളുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവവചനത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നാം ഉത്സുകരായിരിക്കണം, നാം ഉത്സാഹമുള്ളവരായിരിക്കണം. മാത്രമല്ല, നാം ആത്മാവിൽ എരിവുള്ളവരായി തീരണം. അതെ, മറ്റൊരാളെ ദൈവരാജ്യത്തിന് നേടുവാൻ, ദൈവവചനം പറയുവാൻ, ദൈവകൃപയിൽ നിലനിൽക്കുവാൻ, കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ നാം ആത്മാവിൽ എരിവുള്ളവരായി തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒന്ന് ശോധന ചെയ്താട്ട്. ഒരു പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതം. അവരവർ പോകുന്ന ആരാധനാലയങ്ങളിൽ പോകുന്നു, പങ്കെടുക്കുന്നു, കൊടുക്കേണ്ടത് കൊടുക്കുന്നു, ചെയ്യേണ്ടത് ചെയ്തു, അവിടെ കൊണ്ട് തീർന്നു. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇത്രത്തോളം സുവിശേഷം ഉയരുമായിരുന്നോ, വളരുമായിരുന്നോ, പരക്കുമായിരുന്നോ? പ്രിയമുള്ളവരെ, നമ്മിൽ കൂടെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ഈ ദൈവവചനം പങ്കിടുവാനും കൊടുക്കുവാനും ശുശ്രൂഷിപ്പാനും, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയെ വചനത്താൽ ഒരുക്കുവാനും നാം താല്പര്യം കാണിക്കണം. നമുക്കറിയാം, ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത, പ്രത്യേകിച്ച് കോവിഡോട് ചേർന്ന് ഉള്ള കുട്ടികൾ ഉൾപ്പെടെ ഇരിക്കുന്നിടത്ത് ഇരിക്കാനാണ് അവർക്കെല്ലാം ഇഷ്ടം. തൊട്ടടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരാൾ എടുത്തു കൊടുക്കുന്ന നിലയിൽ മടിയന്മാരായി മാറി. ആയിരിക്കുന്ന ഇടത്ത് ഇരിക്കുക. കോവിഡ് സമയത്ത് ആരാധനാലയങ്ങൾ തുറന്നില്ല, ദൈവാലയത്തിൽ പോയില്ല, ഹോളി കമ്മ്യൂണിയൻ കൈക്കൊണ്ടില്ല. എന്ത് സംഭവിച്ചു? ഇതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവാക്കൾ പലരും നമ്മോട് ചോദിക്കുന്നത്. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി? ഇതല്ലേ ചോദിക്കുന്നത്. അപ്പോൾ മടിയന്മാരായ, അലസന്മാരായ, കുഴിമടിയന്മാരായ ഈ ഇന്നിന്റെ തലമുറയെ ഒരു ദൈവപൈതലാകുന്ന മാതാപിതാക്കൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതാക്കി തീർക്കണം. അവരുടെ മടുപ്പ് ഏത് വിധത്തിലുള്ളതാണെങ്കിലും മാറ്റണം. അവർക്ക് വേണ്ടി മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കണം.
അവരെ വളരെ ശക്തമായി ഉപദേശിക്കണം. അവരെ ആരാധനയ്ക്ക് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തണം. ശാസ്ത്രത്തിന് കഴിയാൻ പറ്റാത്തത്, മെഡിക്കൽ സയൻസിന് പറ്റാത്തത്, കണ്ടുപിടുത്തങ്ങൾക്ക് പറ്റാത്തത് സ്വർഗത്തിലെ ദൈവത്തിനെ കൊണ്ടേ കഴിയുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തണം. അതെ, ഇന്ന് ശാസ്ത്രം അതിന്റെ ഉച്ചകോടിയിലെത്തി. എന്നാൽ ആ ശാസ്ത്രത്തിനും പരിധിയും പരിമിതിയുമുണ്ട്. നാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. നാസയുടെ ബഹിരാകാശ സഞ്ചാരികൾ വെറും 9 ദിവസത്തേക്ക് പോയവർ 9 മാസം കഴിഞ്ഞു തിരികെ മണ്ണിലെത്താൻ. ഇന്നും അവർ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. ഇപ്പോഴും അണ്ടർ മെഡിക്കൽ മേഖലയിൽ തന്നെയാണ്. പ്രിയമുള്ളവരെ, ശാസ്ത്രം എത്ര പുരോഗമനത്തിലെത്തിയാലും അവയെല്ലാം ദൈവത്തിന്റെ കൈപ്പിടിക്ക് കീഴിൽ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം. ഇന്ന് നാം അനുഭവിക്കുന്നത് മുഴുവനും ദൈവത്തിന്റെ ദാനമാണ്. അത് നാം ഓർക്കുകയും അടുത്ത തലമുറയെ ഓർമ്മപ്പെടുത്തുകയും അവരെ ആ നിലയിൽ വളർത്തുകയും ചെയ്യണം. അങ്ങനെ കർത്താവിന്റെ വരവ് വരെ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ പ്രഭാതത്തിൽ അവരവർ ചിന്തിക്കണം. ജോലി ചെയ്യുന്നു, ശമ്പളം ലഭിക്കുന്നു, അല്ല പെൻഷനായെങ്കിൽ പെൻഷൻ കിട്ടുന്നു, ആരാധനയ്ക്ക് പോകുന്നു, വരുന്നു, ഞാനൊരു ദോഷവും ഒരു പാപവും ചെയ്യുന്നില്ല, പോരാ. അതല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മാലാവുന്നത്, നമ്മുടെ കപ്പാസിറ്റിക്കുള്ളിൽ ഉള്ളത് ദൈവത്തിനറിയാം. അത് നാം ദൈവത്തിന് വേണ്ടി മടുപ്പില്ലാതെ ഉത്സാഹത്തോടെ ആത്മാവിന്റെ എരിവോട് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ നാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭാരവും പ്രയാസവും സങ്കടവും ഒക്കെ മാറുന്നത്. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നാം മടിയുള്ളവരായി, ഉത്സാഹം നഷ്ടപ്പെട്ട് മടുപ്പുള്ളവരായിരിക്കുമ്പോഴാണ് വേണ്ടാത്ത ചിന്തകൾ നമ്മിൽ കയറുന്നത്. നമ്മുടെ ചിന്തകൾക്ക് ഒരു അന്തവുമില്ലാതെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തു ഗുണം? നാം സ്വയം നമ്മെ നശിപ്പിക്കുന്നു, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്നു, ദൈവം തന്ന കഴിവുകളെയും താലന്തുകളെയും നശിപ്പിക്കുന്നു. എന്നിട്ട് നാം പിറുപിറുക്കുന്നു. ഒന്നിനും ഒരു സന്തോഷമില്ല, ഒന്നിനും ഒരു തൃപ്തിയില്ല, ഉള്ളു തുറന്ന് ചിരിക്കുന്നില്ല. ഇതിനൊക്കെ കുഴപ്പം എവിടെയാണ്? നാം കുഴി മടിയരായി തീർന്നിരിക്കുന്നു. നമുക്ക് ലഭിക്കപ്പെട്ട താലന്തുകൾ ദൈവകൃപ ക്രയവിക്രയം ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് നാം മടുപ്പിന്റെ മൂർത്തിഭാവങ്ങളായി തീർന്നിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, ദൈവം തന്ന അവസരങ്ങൾ, ആരോഗ്യം, കഴിവ്, പ്രാപ്തി, താലന്ത് എന്നിവ നാം തക്കത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കണം. പലതിന്റെയും പേര് പറഞ്ഞ് മത്സരബുദ്ധിയോടെ പിന്മാറി നിൽക്കാനല്ല, നമ്മാലാവുന്നത് കർത്താവിന് വേണ്ടി ചെയ്യണം. അങ്ങനെ ഒരു സാക്ഷ്യമുള്ള ജീവിതത്തിന്റെ ഉടമകളായി നല്ല ഉത്സാഹത്തോടെ എനർജറ്റിക്കായി മറ്റുള്ളവർ കാണുമ്പോൾ യെസ്, ഈ വ്യക്തിയിൽ ദൈവകൃപയുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്ന് അവര് പറഞ്ഞ് അവരും അവരുടെ ഭാരവും സങ്കടവും വിഷമവും ഒക്കെ മറന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യപത്രമായി തീരണം. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ പൗലോസ് നമ്മെ ആഹ്വാനം ചെയ്യുക. പ്രിയ ദൈവമക്കളെ, ആർക്കാണ് വേദനയും പ്രശ്നങ്ങളും ഭാരവും രോഗവും വിഷമവും ഇല്ലാത്തത്? ഈ പ്രശ്നങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യവും നടക്കുകയില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ദൈവം തന്ന നന്മയെ അങ്ങോട്ട് ഓർക്കുക, സ്തോത്രം ചെയ്യുക. പിന്നെ എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റും? ഇറങ്ങിത്തിരിക്കുക, ആവോളം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, കർത്താവിന് വേണ്ടി ആളുകളെ നേടുക. കർത്താവിന്റെ വരവ് വരെ നിർബാധം
സുവിശേഷ വേല തുടരുക. അതിന് നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നവരും മടുപ്പുളവായി പലതിനോടും വൈമുഖ്യത കാണിക്കുന്നവരുമാണ് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പൊ ആ കുറവുകളെ വാസ്തവമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് നൽകുന്ന ആയുസ്, ആരോഗ്യം, കഴിവ്, താലന്ത്, ഭവനം, തലമുറ സകലതും ഒട്ടും ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിന്റെ പൂർണ്ണ എരിവോടെ അങ്ങേക്ക് വേണ്ടി ഉപയോഗിപ്പാൻ ഇതാ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു തരുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളെ ഉപയോഗിക്കണം. അങ്ങനെ ഇന്നത്തെ ദിനം ദൈവവചനപ്രകാരം ക്രമപ്പെടുത്തി അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്കും വ്യാപ്തിക്കുമായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്നിടയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കപ്പെട്ടത് വളരെ ലളിതമായ ഒരു ചെറിയ ജീവിതമാണ്. ഈ ജീവിതം മടുപ്പുളവാക്കി വെറുപ്പിച്ച് ജീവിക്കാനല്ല, സ്തോത്രം പറഞ്ഞ് ദൈവകൃപയിൽ സന്തോഷിച്ച് ജീവിക്കാൻ. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി ദൈവരാജ്യത്തിനു വേണ്ടി എരിവുള്ളവരായി തീർന്ന് സന്തോഷത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനമായി ദൈവരാജ്യത്തിനു വേണ്ടി എന്നാലാവുന്നത് ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിത്തിരിക്കാം. ആ തീരുമാനം തമ്പുരാൻ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.